അപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ പലർക്കും ഒരു മടിയില്ലാത്തൊരു കാര്യമാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഫേസായി വരിക എന്നുള്ളത് പലർക്കും അത്ര വിമുഖത കാണിക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. യോഷയുടെ ഫേസ് ആയിട്ട് മാം തന്നെ വരാം എന്നുള്ള ആ ഒരു ഡിസിഷൻ എങ്ങനെയായിരുന്നു? ഏതൊരു സ്ത്രീയെയും പോലെ സ്വന്തം രൂപം കോൺഫിഡൻറ്റോടുകൂടെ കണ്ണാടിയിൽ കാണാൻ സാധിക്കാതിരുന്ന ഒരാളാണ് ഞാനും. പ്രസവശേഷം സ്ത്രീകളുടെ ശരീരത്തിൽ സംഭവിക്കുന്ന ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഡയസ്റ്റാസിസ് റെക്ടി എന്ന് പറയുന്ന നമ്മുടെ അടിവയറ് തൂങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയുണ്ട്. ഒരുപാട് സ്ട്രെച്ച് മാർക്കുകളുണ്ട് അല്ലേ? ഇത്തരം അവസ്ഥയിൽ നിന്നുകൊണ്ട് ആലോചിച്ചൊരു ഞാൻ വരണമോ എന്നുള്ളത് വളരെ ഡൗട്ട്ഫുൾ ആയിട്ടിരുന്നൊരു സമയമുണ്ട് യോഷയ്ക്ക്. ആ സമയത്ത് മറ്റൊരു മോഡലിനെ നോക്കാം എന്ന് ഞാനും ധരിച്ചു. പിന്നീട് ഞാൻ ആലോചിച്ചപ്പോൾ പ്രൊഡക്റ്റ് നമ്മുടേതാണ്. നമ്മൾ ആത്യന്തികമായിട്ടും മാർക്കറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ജനങ്ങൾക്ക് നമ്മുടെ പുറത്തുള്ള വിശ്വാസ്യതയാണ്. ഇതിനേക്കാളും നല്ലൊരു മുഖം വേറെ ഇല്ല എന്ന് തിരിച്ചറിഞ്ഞൊരു ഘട്ടത്തിലാണ് യോഷയ്ക്ക് വേണ്ടി വരാൻ തീരുമാനിച്ചത്. അത് പ്രിപ്പയർനെസ്